ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിലൊരു ചിക്കൻ റോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഈ ചിക്കൻ റോളിൻ്റെ ഷീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല തിന്നായിട്ട് പേപ്പർ പോലെയുള്ള ഷീറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഒരു ഗ്ലാസ് മൈദ കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഷീറ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ചിക്കൻ റോൾ കിട്ടുകയും ചെയ്യും നമുക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ഗ്ലാസ് മൈദയിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുക്കുക. നല്ല ലൂസായിട്ട് വേണം ഈ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ നല്ല ലൂസായിട്ട് മാവ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ബ്രഷ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്നതാണ്. നമ്മൾ എണ്ണ തടവി കൊടുക്കുന്ന ആ ബ്രഷാണിത്. ഇത് ഈ മാവിൽ മുക്കിയിട്ട് നല്ല ചൂടായ പാനിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നല്ല ചൂടാകാൻ പാടില്ല പാന് നന്നായിട്ട് ചൂടാക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം അങ്ങനെ ഇതേപോലെ ബ്രഷ് കൊണ്ട് തടവി കൊടുക്കാൻ. എണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ. എണ്ണ ഇനി വേണമെങ്കിൽ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടൊന്ന് തുടച്ച് കൊടുക്കാനേ പാടുള്ളൂ. ബ്രഷ് കൊണ്ട് എണ്ണ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ തടവി കൊടുത്താൽ നമുക്ക് പേപ്പർ പോലുള്ള തിന്നായിട്ടില്ല ഇതുപോലത്തെ ഷീറ്റുകൾ കിട്ടും. ഒരു ഗ്ലാസ് മൈദേൻ്റെ തന്നെ നമുക്ക് ഒരു 8-10 എണ്ണം ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിൻ്റെ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, ഒട്ടും കനമില്ലാത്ത പേപ്പർ പോലുള്ള സോഫ്റ്റായ റാപ്പാണ് നമുക്ക് ഒരു ഗ്ലാസ് മൈദയും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ഇനി റാപ്പ് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റാണ്. ഇതുകൊണ്ട് ചിക്കൻ റോൾ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തന്നെ നമുക്ക് ചിക്കൻ റോളിലെ ഫില്ലിങ് ഉണ്ടാക്കി തരാനുള്ള സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ പൊടിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക. പൊടികളായിട്ട് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ റാപ്പിൽ ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതേപോലെ റാപ്പ് ചെയ്തെടുക്കുക. ഫില്ലിങ് ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ ഇതുപോലെ മൈദയും കൊണ്ട് പശ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ റാപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടറ്റത്തും നന്നായിട്ട് ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കണം. അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ കൂടെ പുറത്ത് വരും. അപ്പോൾ അതുപോലെ മൈദ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് വേണം എണ്ണയ്ക്കിടാൻ. അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയും മൈദയും വെള്ളവും മിക്സ് ചെയ്തതാണ്. ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളിതുപോലെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായും ഇഷ്ടപ്പെടും.